ഹായ് ഗൈസ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. അപ്പം നമ്മൾ ഇന്ന് ഡ്രൈവർ പരീക്ഷയിലെ സ്ഥിരം കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്ത് നിന്ന് PSC ചോദിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106 ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. 106 ഭേദഗതി അല്ലെ, 106 ഭേദഗതി, ആ ഒരു നിയമത്തിന്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു 106 ഭേദഗതിയെ പറ്റി ഇനിയും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെന്താണ്? നിലവിലൊരു ഹോട്ട് ടോപ്പിക്സ് ആണ്. അപ്പൊ നിങ്ങളത് നോക്കിക്കേ, ഇതിന്റെ ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എ നാരി ചുനാവ് ആരക്ഷൺ അധിനിയം, ഓപ്ഷൻ ബി നാരി ശക്തി അധിനിയം, ഓപ്ഷൻ സി നാരി ശക്തി വന്ദൻ അധിനിയം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈസിയാണ്. നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈസി ആയിട്ട് നമുക്ക് ആൻസർ അറിയാം അല്ലേ? ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി നാരി ശക്തി അധിനിയം. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിട്ട് എന്താണ് നാരി ശക്തി അധിനിയം, എന്താണ് ഈ 106 ഭേദഗതി എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. സത്യം പറഞ്ഞാൽ ഈ ഒരു 106 ഭേദഗതി അല്ലെങ്കിൽ നാരി ശക്തി അധിനിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകസഭയിലും എല്ലാ സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 33% സ്ത്രീകൾക്കായിട്ട് റിസർവേഷൻ ചെയ്യാൻ പോവുകയാണ് അല്ലെ. എത്ര വർഷത്തേക്കാ? 15 വർഷത്തേക്ക്. അപ്പം ലോകസഭയിലും എല്ലാ സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് 15 വർഷത്തേക്ക് 33% സീറ്റ് എന്ത് ചെയ്യാൻ പോകുന്നു? റിസർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. ഓക്കെ, സംവരണം ചെയ്യാൻ വേണ്ടി പോകുന്നു. അതിനുവേണ്ടി കൊണ്ടുവന്ന നിയമമാണ് നാരി ശക്തി അധിനിയം എന്ന് പറയുന്നത്. ഇത് എത്രാമത്തെ ഭേദഗതിയാണ്? ഇത് 12ാമത് ഭേദഗതി ബില്ലാണ് അല്ലേ. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെച്ചോളാം. 128ാമത് ഭേദഗതി ബില്ലാണ്. എത്രാമത്തെ അമെൻമെന്റ് ആയിരുന്നു? ആക്ട് ഏതായിരുന്നു? 106ാമത്തെ ആക്ടും 128ാമത് ഭേദഗതി ബില്ലുമാണ്. അപ്പൊ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളാം. എത്രാമത്തെ ഭേദഗതി ബില്ലാണ്, എത്രാമത്തെ ആക്ട് ആണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇത് നോക്കിക്കേ, ഈ ഒരു പോയിന്റ് നോക്കിക്കേ. നമുക്ക് പുതിയ പാർലമെന്റ് മന്ദിരമൊക്കെ വന്നു അല്ലേ. അപ്പൊ നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലും കൂടി ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഈ നാരി ശക്തി അധിനിയം എന്ന് പറയുന്നത്. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇത് എപ്പോഴാണ് പാസ്സാക്കിയത്? ഇത് പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 21-നാണ്. അപ്പൊ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എപ്പോഴായിരിക്കും? ഇതിൽ നമുക്കിപ്പം ലോകസഭ പാസ്സാക്കിയത്, രാജ്യസഭ പാസ്സാക്കിയതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ആ ഡേറ്റുകളൊക്കെ പഠിക്കേണ്ടതാണ്. പക്ഷെ അതിൽ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏതാണ്? ബില്ല് എപ്പോൾ പാസ്സാക്കി, അതുപോലെ തന്നെ ബില്ല് രാഷ്ട്രപതി എപ്പോൾ ഒപ്പുവെച്ചു. ഈ രണ്ടെണ്ണത്തിൻ്റെയും ഫാക്ട് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 21. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതി സൈൻ ചെയ്തത് 2023 സെപ്റ്റംബർ 28. ആരാണ് പാസ്സാക്കിയത്? ദ്രൗപദി മുർമു ആണല്ലേ ഒപ്പുവെച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ ഒരു ആക്ട് വന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് ഏതൊക്കെ വകുപ്പുകളിലാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. PSC ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാവുന്നതാണ്? ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഏതൊക്കെ വകുപ്പുകളിലാണ് ഈ ഒരു ആക്ട് വന്നതോട് കൂടിയിട്ട് ഭേദഗതി വന്നിരിക്കുന്നത്? 1, ആർട്ടിക്കിൾ 239 AA. കറക്റ്റായിട്ട് പഠിച്ചു വെക്കണേ. ആർട്ടിക്കിൾ 239 AA. ഇത് ഡൽഹി നിയമസഭയിലെ വനിതാ സീറ്റ് സംവരണത്തെ പറ്റിയാണ് ആർട്ടിക്കിൾ 239 AA പരാമർശിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 330A ഇതിൽ എന്തിനെ പറ്റിയിട്ടായിരിക്കും പരാമർശിച്ചിട്ടുണ്ടാവുക? ലോകസഭയിലെ വനിതാ സീറ്റ് സംവരണം. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ലോകസഭയിലെ വനിതാ സീറ്റ് സംവരണം ഇതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 330A അല്ലേ. അപ്പൊ നോക്കിക്കേ, ആർട്ടിക്കിൾ 332A ഇതിൽ എന്തിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്? സംസ്ഥാനങ്ങളിലെ നിയമസഭയിൽ സ്ത്രീകൾക്കായി നീക്കിവെച്ചിരിക്കുന്ന സീറ്റുകളെ പറ്റിയിട്ടാണ് ഏതിൽ പറയുന്നത്? ആർട്ടിക്കിൾ 332A പറയുന്നത്. അപ്പൊ നിങ്ങൾ ആർട്ടിക്കിൾ 339AA, ആർട്ടിക്കിൾ 330A, ആർട്ടിക്കിൾ 332A ഇത്രയും ആർട്ടിക്കിൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് അമെൻമെന്റ് നടത്തിയ ഒരു ആർട്ടിക്കിളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ആ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 334A എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആർട്ടിക്കിൾ 334A എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അമെൻമെന്റ് വന്ന ഒരു വകുപ്പാണ്. ഇതിൽ എന്തിനെ പറ്റി പറയുന്നത്? നമ്മുടെ സെൻസസും അതുപോലെ തന്നെ മണ്ഡല
പുനർനിർണയവും കഴിഞ്ഞ് മാത്രമേ എന്ത് നടപ്പാക്കത്തുള്ളൂ, ഇപ്പോൾ വന്ന ഈ ഒരു നിയമം നടപ്പാക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. സെൻസസിനും മണ്ഡല പുനർനിർണയത്തിന് ശേഷം മാത്രമേ, അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ നിയമം നടപ്പിലാവുകയുള്ളൂ എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ നിയമം വന്നത് എത്ര വർഷത്തേക്കാണ്? 15 വർഷത്തേക്കാണ് അല്ലേ? 15 വർഷത്തേക്കാണ്. ഈ കാര്യങ്ങളൊക്കെ എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ആർട്ടിക്കിൾ 334A മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഓരോ മണ്ഡല പുനർനിർണയത്തിന് ശേഷം സ്ത്രീകൾക്ക് സംവരണം ചെയ്ത സീറ്റുകൾ മാറി മാറി വരും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു നമ്മുടെ ഒരു 106 ഭേദഗതി ബില്ലുമായിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിനെപ്പറ്റി കൂടുതൽ വായന ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ യോജിക്കുന്ന പ്രസ്താവനയാണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനയാണോ അതോ തെറ്റായ പ്രസ്താവനയാണോ, ഏതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കിയാലോ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആണോ? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്? നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് അറിയില്ല എന്ന് കരുതുക. അപ്പം നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് നോക്കുക. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ചത്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇതെല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയുന്നതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് അറിയുന്നതിന്റെ സൈഡിൽ നമുക്കിങ്ങനെ ടിക്കിട്ട് പോവാം. കാരണം നമ്മളോട് ചോദിച്ചത് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെന്നാണ്. അപ്പോൾ നമുക്ക് ഇതറിയാം, ഇത് ശരിയാണെന്ന് അറിയാം. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ 25 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. 25 വനിതാ അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നേ? അല്ല അല്ലേ, 25 അല്ല, 15 വനിതാ അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഫോർത്ത് സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 നവംബർ 26 അംഗീകരിച്ചു. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇപ്പം ഇതിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയില്ല, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഓപ്ഷൻസിലോട്ട് പോവാം. ഇതിൻ്റെ ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നറിയാം. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? സി എന്ന ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബി എന്ന ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എയിലും ഡിയിലുമാണ്. നമ്മൾ 2 സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം എന്താ? തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നു. അപ്പോൾ നമ്മൾ ബിയും സിയും എലിമിനേറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ളത് എയും ഡിയും ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും ക്വസ്റ്റിനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ നമുക്കറിയാം, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് അറിയാം അല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഓപ്ഷൻ നോക്കിക്കേ, സെക്കൻഡും ഫോർത്തും ഉള്ളത് എവിടെയാ? ഡിയിലാണല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ എലിമിനേഷനിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എലിമിനേഷനും കൂടി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും ചില സ്റ്റേറ്റ്മെന്റുകൾ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ അറിയേണ്ട കാര്യം വന്നില്ല അല്ലേ? ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇഗ്നോർ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തിലോട്ട് എത്താൻ പറ്റി? ആൻസറിലേക്ക് എത്താൻ പറ്റി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അല്ലെ, നമ്മുടെ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആമുഖവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന. അപ്പൊ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ യോജിക്കുന്ന പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത്. ഫസ്റ്റ് വൺ നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. അത് ഈസി സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്ക് അറിയാം. ഇങ്ങനെ തന്നെയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ പിന്നിലെ ആദർശങ്ങൾ. കറക്റ്റ് അല്ലേ? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലാർ എന്ന പദം കൂട്ടിച്ചേർത്തല്ലേ? അത് നമുക്കറിയാം, 42ാം ഭേദഗതിയിലാണ് സെക്യുലാർ എന്ന വേർഡ് നമ്മുടെ ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർത്തത്. സെക്യുലാർ മാത്രമാണോ? സെക്യുലാറിന്റെ കൂടെ ഏതൊക്കെ ചേർത്തിട്ടുണ്ട്?
സോഷ്യലിസ്റ്റ് ഇൻറ്റഗ്രിറ്റി. ഈ രണ്ട് വേർഡും കൂടി ഇതിനൊപ്പം ചേർത്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കറിയാം തേർഡ് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ആമുഖം എന്ന ആശയം കടമെടുത്തത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. ആണോ? ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണോ ആമുഖം എന്ന ആശയം കടമെടുത്തത്? അല്ല അല്ലേ. ആമുഖം എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാ? അമേരിക്കയിൽ നിന്നാണ് അല്ലേ. US-ൽ നിന്നാണ്. US-ന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കേ, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫോർത്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ടുള്ളത്. അപ്പം നമ്മൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നോക്കിക്കേ, 1, 2, 3 1, 2, 3 ശരിയാണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? സി ആണ്. അപ്പോൾ നമുക്ക് ഭരണഘടന കടമെടുത്ത ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് ഫാക്റ്റുകളും കൂടി ചെക്ക് ചെയ്യാം. പ്രിയാമ്പിൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് US-ന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? US-ന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് US-ൽ നിന്നാണെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടെ നിന്നാണ് എടുത്തതെന്നറിയോ? നമ്മുടെ മൗലിക കടമകൾ എവിടെ നിന്നാണ് എടുത്തതെന്നറിയോ? USSR അല്ലേ. റഷ്യയിൽ നിന്നാണ്. റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ DPSP മാർഗനിർദ്ദേശ തത്വങ്ങൾ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അയർലൻഡിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അപ്പം നോക്കിക്കേ, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നൊക്കെയുള്ള ടേംസ് നമ്മൾ എവിടെയാണ് കൂടുതൽ വായിച്ചിട്ടുള്ളത്? ഫ്രഞ്ച് റവല്യൂഷൻ എന്ന ഭാഗത്ത് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നുള്ള ആ ഒരു ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടി? ഫ്രാൻസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത്? ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഈ 3 വാക്കുകളും നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. ഓക്കെ, ലാസ്റ്റ് വൺ നോക്കിക്കേ. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് UK ബ്രിട്ടനിൽ നിന്നാണ് അല്ലേ. അപ്പം ഇതുപോലെ നമ്മൾ ഒരുപാട് ആശയങ്ങൾ നമ്മൾ പല കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നും നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ പഠിച്ചിരിക്കണം. PSC ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗവും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ വളരെ റിപ്പീറ്റഡ് ആയിട്ട് PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് ബോഡീസ് ഉണ്ട് അല്ലേ, ഭരണഘടനാ സ്ഥാപനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്ന് PSC ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഓരോ ഭരണഘടനാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളും ബന്ധപ്പെട്ട വിവരങ്ങളും നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പ്രസിഡന്റ്, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി, ഓപ്ഷൻ ബി ഗവർണർ, ഓപ്ഷൻ ഡി മുഖ്യമന്ത്രി. ഇതിന്റെ ആൻസർ എന്താ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണല്ലേ. ഗവർണർ ആണ് ഇതിന്റെ ആൻസർ. ഗവർണർ എന്ത് ചെയ്യുന്നത്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നോക്കിക്കേ. ആർട്ടിക്കിൾ 315 തൊട്ടിട്ട് 323 വരെയാണ് നമ്മുടെ സംസ്ഥാന അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ട് ആ ആർട്ടിക്കിൾ പഠിച്ചു വെച്ചോളൂ. ഈ ഒരു സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാലാവധി, അവിടുത്തെ മെമ്പേഴ്സിൻ്റെയും ചെയർമാൻ്റെയും കാലാവധി എത്ര വർഷമാണെന്നറിയോ? 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് വരെ. അപ്പോൾ 62 വയസ്സാകുന്നത് വരെയോ അല്ലെങ്കിൽ 6 വർഷമോ ആയിരിക്കും ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഈ 2 സാധനം നിങ്ങൾക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഇത് PSC സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അല്ലാത്ത രീതിയിലൊക്കെ തിരിച്ചും മറിച്ചും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആണ്. പക്ഷേ ഇവരെ റിമൂവ് ചെയ്യുന്നത് ആരാ? ഇവരെ റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. മാറിപ്പോകരുത്, ഇപ്പം തന്നെ പഠിച്ച് സെറ്റാക്കിക്കോളൂ. അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആണ്, പക്ഷെ റിമൂവ് ചെയ്യാനുള്ള അധികാരം ആർക്കാ ഉള്ളത്? പ്രസിഡന്റിനാണ്. ഇവർക്ക് റീ അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ഇവരെ റീ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ? ഇവരെ റീ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷനുമായിട്ട് അറിഞ്ഞിരിക്കുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് സെറ്റാക്കണം. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നുള്ള ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നുള്ള ഭാഗത്ത് നിന്ന് PSC ചോദിക്കാറുണ്ട്. ഓരോ ബോഡീസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ എന്തൊക്കെയുള്ളത്? റവന്യൂ വകുപ്പ് മന്ത്രി, ചീഫ് സെക്രട്ടറി, കൃഷി വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി. ഈ ഒരു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക്, അതായത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് എന്ത് ചെയ്യാം? ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ ഈ ഒരു ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? നമുക്ക് നോക്കിയാലോ. ഇതിൻ്റെ ആൻസർ മുഖ്യമന്ത്രിയാണ്. നമ്മുടെ
കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താ ഈ ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് അറിയുന്ന ഫാക്റ്റുകൾ എന്തൊക്കെയാ? നമ്മുടെ ഈ ഒരു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വന്നത് എപ്പോഴാ? 2007 മെയ് 4-നാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ചെയർമാൻ അല്ലെ, നമ്മളിപ്പോൾ പഠിച്ചത് ആരാ? ഇതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ CEO നമ്മുടെ ഈ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ CEO ആരായിരിക്കും? CEO എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ആയിരിക്കും. അപ്പോൾ ആരാ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി? ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനാണ്. അപ്പോൾ ഇതുപോലെ PSC ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ദുരന്ത നിവാരണ അതോറിറ്റി, അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോ ആശയങ്ങൾ ബോറോ ചെയ്തത്, അതുപോലുള്ള ക്വസ്റ്റ്യൻസ്, ഓരോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്? ഭരണഘടന എന്ന ഭാഗത്തു നിന്നും PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഏരിയാസ് എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ആ ഏരിയയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. നിങ്ങൾ ഒരുപാട് ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ് അല്ലേ, ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കുകളെല്ലാം വലിച്ചു വാരി അല്ല പഠിക്കേണ്ടത്. ഇതുപോലെ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, എവിടെയാണ് വെയിറ്റേജ്, അല്ലെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് PSCന്റെ ഫേവറേറ്റ് ഏരിയാസ് ഏതൊക്കെയാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഏരിയയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് വേണം നമ്മൾ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്തരത്തിൽ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം പഠിക്കാൻ അല്ലേ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ചിട്ടയായ പഠനരീതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ CC നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിൻ്റെ പേര് റൺവേ ബാച്ച് എന്നാണ്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഡ്രൈവർ കോംബോ ബാച്ചാണ്. ഈ ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഫുൾ സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യുന്നതായിരിക്കും. എല്ലാ സബ്ജക്റ്റും, ആ സബ്ജക്റ്റിലെ ഹോട്ട് ടോപ്പിക്സ് എല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ട് ഫുൾ സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ടാവും. അപ്ഷു സാറിൻ്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് ഗൈഡൻസും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് വീക്കിലി നിങ്ങൾക്ക് എക്സാംസ് പ്രൊവൈഡ് ചെയ്യും. അത് കൂടാണ്ട് മോഡൽ എക്സാംസും വീക്കിലി എക്സാംസും പ്ലസ് മോഡൽ എക്സാംസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡെയിലി ടോപ്പിക് റിവിഷൻ എന്നുള്ളത് നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് അല്ലേ. നമ്മൾ പഠിച്ചാൽ മാത്രം പോരല്ലോ, നമ്മളത് റിവൈസ് ചെയ്യണം. നമുക്ക് പഠിക്കാനാണെങ്കിൽ ഡെയിലി ഒരുപാട് ടോപ്പിക്ക് പഠിച്ചു പോകാം അല്ലേ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം. അപ്പോൾ ഡെയിലി ടോപ്പിക് റിവിഷനും നിങ്ങളുടെ ബാച്ചിൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സിനൊപ്പം തന്നെ നിങ്ങൾക്ക് PYQ ഡിസ്കഷൻസ് ഉണ്ടാവും. PYQ ഡിസ്കഷൻ്റെ ഇമ്പോർട്ടൻറ്റ് നമ്മളിപ്പോൾ കണ്ടല്ലോ. PYQs ഓരോന്നും നമ്മൾ ഓരോ PYQ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. എപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ പഠിച്ചു പോയാൽ മാത്രം പോരാ, പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഈ PYQs ഒക്കെ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും അത് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ പഠനത്തിൽ വളരെ യൂസ്ഫുൾ ആണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്